നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജൂൺ മാസത്തിലെ പ്രത്യേകത ധാരാളം വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ട്. ജൂൺ 19 എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത? വായനാ ദിനം. നാളെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ സൗകര്യാർത്ഥം ഇന്ന് അസംബ്ലിയിൽ കൂടുതൽ സമയമുള്ളതുകൊണ്ട് നമ്മളത് ഇന്ന് ആരംഭിക്കുകയാണ്. വായന ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതാണോ? അല്ല. വായന നമുക്ക് വായിക്കാനാവുന്ന കാലം മുതൽ എത്രകാലം വായിക്കാൻ സാധിക്കുമോ അത്രയും കാലത്തേക്കുള്ള സമ്പാദ്യമാണ്. ശരിയാണോ? എല്ലാവരും വായിക്കാറുണ്ടോ? പഠിക്കാനുള്ള പുസ്തകങ്ങൾ മാത്രമല്ല, മറ്റ് പുസ്തകങ്ങൾ നമ്മളെ ആസ്വദിപ്പിക്കുന്ന, അറിവ് നൽകുന്ന, സന്തോഷിപ്പിക്കുന്ന അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? എന്തിനാ വായിക്കുന്നത്? വായനയുടെ പ്രാധാന്യം എന്താണ്? ജീവിതത്തിലത് അനിവാര്യമായ കാര്യമാണോ? ആണോ? എന്തിനാണ് നമ്മൾ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്? ഗവൺമെന്റ് പ്രത്യേക ഓർഡറുകൾ ഇറക്കി സ്കൂൾ തലങ്ങളിൽ മറ്റ് സാമൂഹ്യ സംഘടനകളൊക്കെ പ്രാധാന്യത്തോടെ എന്തിനാണ് കൊണ്ടാടുന്നത്? ആരുടെ അനുസ്മരണ ദിനമാണത്? അറിയാമോ? പി.എ. പണിക്കരുടെ അനുസ്മരണ ദിനം എന്ന് പറഞ്ഞാല് മരണത്തിന് ശേഷം അദ്ദേഹം മരിച്ച ദിനമാണ് ജൂൺ 19. ആരായിരുന്നു പി.എ. പണിക്കർ? കേരളത്തില് അങ്ങോളം ഇങ്ങോളം വായനശാലകൾ, ഗ്രന്ഥശാലകൾ സംഘടിപ്പിച്ച് വായനയെ പ്രോത്സാഹിപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് പി.എ. പണിക്കർ. അങ്ങനെ ഒരാൾ ചെയ്യണമെങ്കിൽ വായനയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ടല്ലേ? ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യ അത്രമാത്രമൊന്നും പ്രചാരത്തിലില്ലായിരുന്ന, തീർത്തുമില്ലാതിരുന്ന, അല്ലെങ്കിൽ അച്ചടി മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് അറിവിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സോഴ്സ് ആയിരുന്നു പുസ്തകങ്ങൾ. അപ്പോൾ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് പുസ്തകങ്ങൾ ശേഖരിച്ച് എവിടെയെല്ലാം ലൈബ്രറികൾ സംഘടിപ്പിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം ലൈബ്രറികൾ സംഘടിപ്പിച്ച് മലയാളിയുടെ വായനാശീലത്തെ വളരെയധികം വളർത്തി പ്രബുദ്ധ മലയാളിയായി ആക്കി മാറ്റിയ ഒരു സവിശേഷ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പി.എ. പണിക്കർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മളെല്ലാവരും വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യം, എന്തിനു വായിക്കണം? വായിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടോ? നമ്മളൊക്കെ സാമൂഹ്യ ജീവികളാണ് അല്ലെ? സോഷ്യൽ ബീയിങ്സ് ആണ്. ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ധാരാളം വളർന്നിട്ടുണ്ട്. മറ്റ് സോഷ്യൽ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിൽ വളർന്നിട്ടുണ്ട്. അപ്പൊ എന്തിനാ ഈ പുസ്തകം വായിക്കുന്നത്? അതിന് നോക്കിയ പോലെ പുസ്തകം ഒരു അനാവശ്യമായ ഘടകമായി മാറിയിട്ടുണ്ടോ? നമ്മളെ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കുന്നതിന്, ചിന്തകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വായന നമ്മളെ സഹായിക്കുന്നത്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ വായനയിലൂടെ നമ്മുടെ ചിന്തയുടെ തോട്ട് പ്രോസസ് അങ്ങനെ കടന്നുപോകും. ആ കഥാപാത്രമായിട്ട് നമ്മളെ തന്നെ ശ്രമിക്കാറുണ്ട് അല്ലെ? മറ്റുള്ളവരുടെ മനസ്സിനുള്ളിൽ കയറിയിരുന്ന് ചിന്തിക്കാൻ നമുക്കാവും. അപ്പോ അവരുടെ ചിന്തകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ തിരിച്ചറിയാൻ നമുക്കാവും. മറ്റുള്ളവരെ മനസ്സിലാക്കാത്തതല്ലേ അവരുടെ സങ്കടങ്ങള്, സന്തോഷങ്ങൾ തിരിച്ചറിയാത്തതല്ലേ നമ്മുടെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലേ? പിന്നെ പറയുന്ന കാഴ്ചകൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ശേഷിപ്പിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല. അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതോടുകൂടി ചിന്തകളൊക്കെ അപ്രത്യക്ഷമാവും. പക്ഷെ വായന അങ്ങനെയല്ല. ജീവിതകാലം ഉടനീളം നമ്മളെ പിന്തുടരുന്ന ചിന്തകളെ സൃഷ്ടിക്കാൻ വായനയ്ക്ക് കഴിയും അല്ലേ? ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് സാധിക്കില്ലേ? പുതിയ പുതിയ കാര്യങ്ങളെ ചിന്തിക്കാൻ
പക്ഷേ അവർക്കൊക്കെ ചില ഡ്രോബാക്സ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഈ മൊബൈൽ പോലെയുള്ള ഗാഡ്ജറ്റുകളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേസ് നമ്മുടെ മുഖത്തിനും കണ്ണിനും ഒക്കെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഉപയോഗങ്ങളുടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ അച്ചടി മാധ്യമങ്ങൾ ഒരിക്കലും നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്നില്ല. ഏറ്റവും ഉചിതമായ ഒരു മാധ്യമമാണ് വായന. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വായനയ്ക്ക് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കണം. നല്ല ചിന്തകളുള്ളവരാകാൻ, നല്ല മനുഷ്യരാകാൻ, നല്ല സാമൂഹ്യ ജീവിയാകാൻ, നല്ല കുടുംബ ബന്ധങ്ങളുള്ളവരാകാൻ, ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ, അങ്ങനെ നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും അതുപോലെ ഈ ഭൂമിക്ക് മൊത്തത്തിലും സന്തോഷം നേടാൻ കഴിയുന്ന പൗരന്മാരെ തീരുമാനങ്ങളിൽ അത് വായനയിലൂടെ നമുക്ക് സാധിക്കാം. വായന നമ്മളെ വളർത്തുന്നു, നല്ല മനുഷ്യനാകുന്നു. ഈ അടുത്തിടെ ഞാൻ വായിച്ച പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ചുരുങ്ങിയ വാക്കുകളിൽ എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുസ്തകമാണ് DC കുസ്താനെ പുറത്തിറക്കിയിട്ടുള്ളത്. നമ്മുടെ മനസ്സിനെ എത്രത്തോളം പാർപ്പിടിയായിരിക്കുന്നു, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിലേക്ക് ഇറങ്ങി ചെല്ലാത്ത മനുഷ്യ ഹൃദയത്തിന് എത്രമാത്രം സാധിക്കുന്നതെന്ന് പ്രത്യക്ഷ ഉദാഹരണമാണ്. എന്തായാലും നിങ്ങൾ കേൾക്കാൻ തയ്യാറായിരിക്കുകയാണല്ലോ. DC കുസ്തിന്റെ പുസ്തകമാണ് പട്ടുനൂൽ. അദ്ദേഹത്തിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകങ്ങൾ ചിലർക്ക് വിവാദങ്ങളായിരുന്നു. പക്ഷേ ഈ പുസ്തകം വേറിട്ട് നിൽക്കുന്നു. കാരണം ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ്. സാംസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ കുട്ടി. ആ കുട്ടി തന്റെ പിതാവ് പുതിയതായി താമസത്തിനെത്തിയ അല്ലെങ്കിൽ അവർ പുതിയതായി വാങ്ങിയ ഒരു സ്ഥലം, ആ സ്ഥലത്ത് ചെറിയ വീടൊക്കെ വെച്ച് ജീവിക്കുന്നു. അവന്റെ ആ വീടിന്റെ പുറത്തേക്കുള്ള കാഴ്ചകളിൽ അവർ ആ ഭൂമിയിൽ മറ്റാരും ജീവിച്ചിരുന്നു എന്ന് സങ്കല്പിക്കുന്നു. അവിടെ ഒരു വീടുണ്ടായിരുന്നതായും അയാൾക്ക് മരിച്ചുപോയ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നതായും ഇപ്പോൾ ആ സാംസ എന്ന കുട്ടിയുടെ അത്രയും തന്നെ പ്രായമുള്ള കുട്ടിയാകാം ഈ മരിച്ചുപോയ കുട്ടി എന്നൊക്കെ അവൻ സങ്കല്പിക്കുന്നു. അഥവാ മറ്റുള്ളവരുടെ സംസ്കാരത്തിൽ അവൻ ഒന്നിച്ചെടുക്കുന്നു. ആ കുട്ടിക്ക് മരിച്ചുപോയ പെൺകുട്ടി എന്ന സഹോദരിയിൽ അവൻ കുറെ നാള് സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. പിന്നീട് എപ്പോഴോ മരിച്ചുപോയത് ഒരുപാട് ആളുകൾ മരിച്ചുപോയ പെൺകുട്ടി എന്ന് സംബോധന ചെയ്താൽ ഒരുപാട് ആളുകൾ വെളിയെടുക്കും. അതുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടി തന്നോട് സംവദിക്കാത്തത്, തന്നോട് സംസാരിക്കാത്തത് എന്ന് ചിന്തിക്കുന്നു. അവൻ വീണ്ടും ഈ പെൺകുട്ടിക്ക് ഒരു പേര് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. അവന്റെ അധ്യാപകൻ അല്ലെങ്കിൽ അവന്റെ ലൈബ്രറിയിലായിരുന്ന മാർക്ക് എന്ന് പറയുന്ന ഒരു സാറുണ്ട്. ആ സാറിന്റെ അടുത്ത് തന്നെ പ്രശ്നം അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരം ആ പെൺകുട്ടിക്ക് ഒരു പേര് നൽകുന്നു, ആകാശ. അപ്പോ ഈ മരിച്ചുപോയ പെൺകുട്ടിയായിട്ട് അവൻ തന്റെ പ്രശ്നങ്ങൾ, അവന്റെ സ്വപ്നങ്ങൾ, അവന്റെ വിഷമങ്ങൾ എല്ലാം ഷെയർ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കും അതിന് സാധിക്കില്ലേ? നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ആശയങ്ങളെ, നിങ്ങളുടെ സങ്കല്പങ്ങളെയൊക്കെ സാഹിത്യ രൂപത്തിലാക്കാം, കഥാരൂപത്തിലാക്കാം, കവിതാരൂപത്തിലാക്കാം. വായന നമ്മളെ മറ്റൊരു രീതിയിൽ നമ്മുടെ ആശയങ്ങളെ അവതരിപ്പിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. അപ്പോ ഇതിന് വായനകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പുസ്തകമാണ് DC ബുക്കിന്റെ പട്ടുനൂൽ എന്ന പേര്. നിങ്ങൾക്കറിയാം സിൽക്ക് എന്താണെന്നുള്ളത്. അത് കുറെ കാലം അതിന്റെ കൊമ്പൂണിനുള്ളിൽ ഇരുന്ന് അതിന്റെ ചിന്തകളുടെ സമാധിയിലിരുന്ന് അവസാനം വിവേകിയായി പുറത്തേക്ക് വരുന്ന മനുഷ്യന്റെ പ്രതീകമാണ്. ഈ ലോകത്തെ തന്റെ സൗന്ദര്യം കൊണ്ട് ആശ്വസിപ്പിക്കുന്ന, ആഹ്ലാദിപ്പിക്കുന്ന ചിത്രശലഭത്തിന്റെ ഒരു പൂർവ്വഘട്ടമാണ് പട്ടുനൂൽ എന്നത്. അറിവിനെ അതിവേഗത്തിനുള്ളിലാക്കി കുറെ കാലം ചിന്തയുടെ വാഹീനങ്ങൾക്കുള്ളിലിരുന്ന് പിന്നീട് ലോകത്തിന് മുഴുവൻ മനോഹാരിത സമ്മാനിച്ച് പുറത്തേക്ക് വരുന്ന മനുഷ്യരായി തീരണം വായനയിലൂടെ നമ്മളെല്ലാവരും. ഈ ഒരു മാസക്കാലം വായനാ മാസമായിട്ടും ഈ ഒരാഴ്ചക്കാലം വായനാ വാരമായിട്ടും നാളെ ജൂൺ 19 വായനാ ദിനമായിട്ടും നമ്മൾ ആചരിക്കപ്പെടുകയാണ്. ധാരാളം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നതിന്റെ ഒരു തുടക്കം മാത്രമാണ്. വായനയിലൂടെ ആകട്ടെ എല്ലാത്തിന്റെയും തുടക്കം. വായിക്കാനും വലിയ പ്രബുദ്ധരായിരിക്കാനും സമൂഹം അറിയുന്ന സാംസ്കാരിക നായകന്മാരും അതുപോലെ തന്നെ ലോകത്തിന്റെ തരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന വിദഗ്ധരായിട്ടുമാണ് വായന നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ.
ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായും പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നന്ദി. Hope you understood the importance of reading, and not only in Malayalam, English, Hindi, and the languages which you want to communicate when you go to any other countries. The language is a must. So, importance of reading, learning new language is must or inevitable in our life.